സ്റ്റൗവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പിസയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 കപ്പ് മിൽക്ക്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, കുറച്ച് ഒറിഗാനോ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറു ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈസ്റ്റ് ഇവിടെ പൊങ്ങാനായിട്ട് വെക്കാം. ഇതിപ്പം ഈസ്റ്റ് ഇട്ട് വെച്ച മിൽക്കാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള ഒരു ദോശക്കല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഗ്യാസിലേക്ക് വെച്ച് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഓൺ ചെയ്തെടുക്കും. 5 മിനിറ്റ് ഇത് നന്നായിട്ട് ചൂടാവട്ടെ. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2.5 കപ്പ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കുക. ഇതിനി അടപ്പ് മാറ്റിയിട്ട് ഒരു പാൻ എടുക്കാം. ചെറിയൊരു പാൻ എടുത്താൽ മതി, കാരണം ഇത് 1/2 കപ്പ് മാവേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഇതിനെ പ്രസ് ചെയ്ത് വെക്കാം. ഇനി ഇതിനെ ബേക്ക് ചെയ്യാം. ഈ ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. ഇതിനെ വളരെ തീ കുറച്ച് വെക്കണം. ഇതിപ്പം ഇതിൻ്റെ പുറത്ത് വച്ചിരിക്കുകയാണ്. ഇനി ഒരു അടപ്പ് കൊണ്ട് ഇത് മൂടിയ ശേഷം മറ്റൊരു അടപ്പ് കൊണ്ട് നന്നായിട്ടിത് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, റെഡ് ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് ഒലീവ്സ്, ഒറിഗാനോ, പിസ്സ സോസ്, മൊസറല്ല ചീസ്. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇത് ദോശക്കല്ലായത് കാരണം നന്നായിട്ട് ചൂട് നിൽക്കും. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെക്കുന്നത് പോലെ തന്നെ ഇതായിട്ടുണ്ട്. ഇനി ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബേസിലാണ് നമ്മളിത് ഫില്ലിങ് വെക്കുന്നത്. ഇതിലേക്ക് ഈ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം, തേച്ച് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ക്യാപ്സിക്കം, ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഈ പാനിലേക്ക് മാറ്റിയ ശേഷം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഈ പാനിനെ തിരിച്ച് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. തീ ഇപ്പോൾ വളരെ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ അടപ്പ് കൊണ്ട് മൂടി ഇനി വേവിച്ചെടുക്കാം. ഇതിപ്പം ഇവിടെ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. പിസ്സ ഇവിടെ റെഡിയായി. ഗ്യാസ് ഇനി ഓഫ് ചെയ്ത് ഇതിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒട്ടും അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിസ്സയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കിയ പിസ്സയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.